എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നവി മുംബൈയിലെ കോപ്പർക്കർണയിലാണ്. ഇവിടെ ഇപ്പം നല്ല മഴയാണ് രാവിലെ. ഇന്നലെ വന്നപ്പോൾ തൊട്ടുള്ള മഴ ഇതുവരെ നിന്നിട്ടില്ല, കണ്ടിന്യൂസ് മഴയാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് മഴയും കൊണ്ട് വന്നെന്ന് തോന്നുന്നു. ഇവിടെ മഴയില്ലായിരുന്നു കഴിഞ്ഞ ദിവസം വരെ. ഇന്നലെ തൊട്ട് പക്ഷെ നല്ല മഴയാണ്. അപ്പോൾ നമ്മളൊന്ന് ചെറുതായിട്ട് ഇതുവഴി കറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ബെൻസിച്ചാറിൻ്റെ വണ്ടിയും കൊണ്ടാണ് ചെറിയൊരു കറക്കം. അവിടെ കറക്റ്റ് ഇടയുള്ളൂ അവിടെ കയറ്റി ഇടാൻ വേണ്ടി. ഇങ്ങോട്ട് റൈറ്റ് കേട്ടോ ഞാൻ ഇനിയും പേര് കുഴപ്പമില്ല. മഴ എന്ന് പറഞ്ഞാൽ ഇന്നലെ നല്ല മഴയല്ല, പെരുമഴ. അതെ, ഉച്ച കഴിഞ്ഞപ്പോൾ തുടങ്ങിയ മഴയാ. ഭയങ്കര വെള്ളമാണല്ലോ ഇതേ വഴിയിലൊക്കെ. ഇങ്ങനെ മഴ പെയ്താണ്ടല്ലോ പെട്ടെന്ന് തന്നെ വെള്ളം പൊങ്ങും, വഴി ബ്ലോക്കാവും, പ്രശ്നങ്ങളാവും. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്ന കലമ്പോളി വരെ പോകാം. കലമ്പോളി പനവേലൊക്കെ എന്ന് പോവാം. കറങ്ങാനൊന്നും പോകല്ല, വേറെ കുറച്ച് ആവശ്യങ്ങളുള്ളതുകൊണ്ട് ഈ മയിലേ പോവാം. പോകുന്ന വഴിക്കുണ്ടല്ലോ മഴ ആയതുകൊണ്ട് കയറാൻ പറ്റുമെന്ന് അറിയത്തില്ല. അവിടെ ഒരു ഈ ട്രെയിലറുകളും വലിയ ലോറികളൊക്കെ പൊളിക്കുന്ന സെക്കൻഡ് സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്, വണ്ടികളെല്ലാം പൊളിക്കുന്നത്. അത് ഞാൻ പണ്ട് തൊട്ട് പോകുമ്പോഴും ഇവിടെ ഇങ്ങനെ വലിയൊരു മാർക്കറ്റ് ഉണ്ടെന്ന് അറിയാം. ഒന്ന് പോകണമെന്ന് ഓർത്തിരുന്ന, പക്ഷെ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സമയമുണ്ട് അവിടെയും കൂടെ ഒന്ന് കയറാം. നവി മുംബൈ മഹാനഗരപാലിക. അങ്ങോട്ട് നോക്കിയാൽ കാറ് വന്നുണ്ടോ? എന്ത് വെള്ളമാണെന്ന് നോക്കി. ഇതെനിക്ക് ഇതേന്നെ വെള്ളം ഒഴുകിപ്പോകാനുള്ള സൗകര്യം ഇതെന്തോ. ഇപ്പം നമ്മൾ വന്ന ഹൈവേ കയറി കേട്ടോ. നമ്മൾ വന്ന വഴിയിലെത്തിയോ? ബോംബെ പുനെ റോഡാ ഇത്. ഇങ്ങോട്ട് പുറകോട്ട് പോയാ ബോംബെ, മുന്നോട്ട് പോയാൽ പൂനെ. ഇതുണ്ട് ആ സൈഡ് എല്ലാം കണ്ടോ, അതേ വെള്ളമായി നല്ലപോലെ. ഇത് കാണുമ്പോ ഞാൻ ഓർക്കുന്നേ, പണ്ട് ഞങ്ങള് എനിക്ക് തോന്നുന്ന ഒരു അവിടെ ഒഴുകുന്ന വെള്ളം. അതുണ്ടോ വെള്ളം കണ്ടോ, എന്നാ വെള്ളം. ആ ഓട്ടോ പോകുന്നുണ്ടോ? അയ്യോ ഒഴുകുവാ. ആ കടക്കകത്തൊക്കെ വെള്ളം കയറുമല്ലോ. മിക്കവാറും കയറും ഇങ്ങനെ വരുമ്പോ. ഇതേന്ന് വെള്ളം ഒഴിപ്പാനുള്ള സൗകര്യം ഇല്ല. ഈ ഓടകളൊക്കെ അടഞ്ഞായിരിക്കും. ഇപ്പൊ മഴ തുടങ്ങിയല്ലേ ഉള്ളൂ, ഇതെല്ലാം തുറന്നു വിടണം. അങ്ങോട്ടേ നല്ല ബ്ലോക്കാ. നമ്മൾ തിരിച്ചു പിന്നെ വരുമ്പോ തിരക്കില്ലാത്ത സമയമാണെങ്കിൽ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ ഇച്ചിരി ബ്ലോക്ക് കിട്ടുമെന്ന് തോന്നുന്നു. തിരിച്ചു വരുമ്പോ പിന്നെ അച്ഛയല്ലേ ഓടിക്കുന്നേ, ആര് വേണമെങ്കിലും ഓടിക്കാമല്ലോ. ഇങ്ങോട്ട് വന്നപ്പോ മഴ ശകലം കുറവുണ്ട്. നവി മുംബൈ എയർപോർട്ട് കാർഗോ ടെർമിനൽ. ഇപ്പോൾ ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകളെ ഇപ്പോൾ ഉള്ളൂ, ഇന്റർനാഷണൽ ഒന്നും ചാലു ആയിട്ടില്ല. ലെഫ്റ്റിലേക്ക് ഗോവ പൂനെയൊക്കെ. അപ്പോൾ ഇത് അനില്, പത്തനംതിട്ടക്കാരനാണ്. കുറേ നാളായിട്ടുള്ള പരിചയമാണ്. നമ്മുടെ ഒരു ഫാമിലി മെമ്പറുമാണ്, ഒരു സുഹൃത്തുമാണ്. പിന്നെ ട്രാൻസ്പോർട്ട് ഫീൽഡിലാണ് അനിൽ വർക്ക് ചെയ്യുന്നത് ഇവിടെ. ബോംബെ വന്നിട്ട് ഒത്തിരി വർഷമായില്ല? കുറേ വർഷമായി. എത്ര വർഷമായി? എനിക്ക് തോന്നുന്നു 96-97 സമയത്ത് വന്നു. ശരി. ഞാനും 98-ലാണ് ലോറി ഫീൽഡിലേക്ക് വരുന്നത്. അതും മഹാരാഷ്ട്രയായിരുന്നു നമ്മുടെ തുടക്കം. എല്ലാം മഹാരാഷ്ട്ര തന്നെയായിരുന്നു. എൻ്റെ കല്യാണം ഉൾപ്പെടെ മഹാരാഷ്ട്രയിലായിരുന്നു. ശരി. എല്ലാം മഹാരാഷ്ട്ര. കല്യാണം കഴിച്ച ഇവിടുന്ന്? ഇവിടെ തന്നെയാണല്ലേ? ഇവിടെ വെച്ച് തന്നെ കല്യാണം കഴിച്ചു. മലയാളിയാണ്, പത്തനംതിട്ടക്കാരി, അഴൂർ എന്ന് പറയും. പത്തനംതിട്ട എവിടെ വീട്? അവിടെ എൻ്റെ ആറന്മുള ചെങ്ങന്നൂരിന് ഇടയ്ക്കാണ്, കോയിപ്പുറം എന്ന് പറയും. നാട്ടിലോട്ടൊന്നും വരാറില്ലേ? കഴിഞ്ഞ മാസം പോയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ മാസം ഒരു കല്യാണം പ്രമാണിച്ച് പോയായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് പോകുന്നത്. പിന്നെ ഇന്നാളെ ഞങ്ങൾ ബോംബെക്ക് വന്നപ്പോൾ നമ്മളവിടെ വെച്ച് കണ്ടായിരുന്നു. കാമോട്ട വെച്ച് കണ്ടായിരുന്നു. അന്നേരം വന്നായിരുന്നു. അങ്ങനെ ഇപ്പൊ കുറെ നാളായിട്ട് ഞാൻ വരാമെന്നും പറഞ്ഞിരിക്കുന്നായിരുന്നു. അതെ ഇടയ്ക്ക് വിളിക്കുമ്പോൾ പിന്നെ ഓരോ ട്രിപ്പുകളായി. ഗണപതിയുടെ കല്യാണം പോലെ ആയി. പിന്നെ നിങ്ങളെ ഇവിടെ ആസാമിലോ ഒക്കെ പോയി, ഒരു മേഘാലയൊക്കെ പോയി കറങ്ങി അടിച്ചിട്ട് വന്നു. അപ്പോൾ ഫസ്റ്റ് ഐറ്റം സ്റ്റാർട്ടേഴ്സ് കണ്ടുണ്ട് ചിക്കൻ ലോലിപോപ്പ്. ഇത് ചിക്കൻ ലെപ്പട്ട, ഇത് ബട്ടർ നാൻ. ഇതാണ് നമ്മൾ പറഞ്ഞ ബാക്രി റൊട്ടി. ഇതെന്താ? മിക്സ് വെജ്. ഇത് പത്തിരി പോലെ ഉണ്ടല്ലോ, പത്തിരിയുടെ വലുത്. ആ ചിക്കൻ കുറെ ഉണ്ടല്ലോ. ഇത് നമ്മൾ ഈയിടെ കഴിഞ്ഞ ദിവസം കർണാടകയിൽ ഉച്ചയ്ക്ക് ഉണ്ടപോലായി പോയി. കറി പറഞ്ഞ് കുറച്ച് കൂടുതൽ പോയി. പിന്നെ ഒരാളുടെ കൂടെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ വെജിറ്റേറിയൻ ആയി. ബാക്കിൽ റൊട്ടി എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും നമ്മളെ നൈസ് പത്തിരി ഇല്ലേ, അതിന്റെ ചെറിയൊരു ടേസ്റ്റ്. ഉപ്പൊന്നുമില്ല, അരി കൊണ്ടുള്ള സംഭവം. ഉപ്പ് കുറവാണ്. സൈസ് വലുതാണേലും കുറച്ചേ ഉള്ളൂ. നൈസാ, ഭയങ്കര. ഇത് മോസ്റ്റ്ലി ചിക്കന്റെ മട്ടനോട് കഴിക്കാനാണ് ഇവർ ഉപയോഗിക്കുന്നത്. ചിക്കനെ മട്ടനോട് കൂടുതൽ കഴിക്കുന്നത്. കഴിച്ചു നോക്കിട്ടോ? ചിക്കൻ നല്ലല്ലേ? നല്ല ചിക്കൻ നല്ല. ഇന്നിപ്പോ ഇറങ്ങിയിട്ട് മഴയും ബ്ലോക്കും ഇത് മാത്രമേ ഉള്ളൂ. നമുക്ക് അതുകൊണ്ട് ഉള്ള നേരത്തിന് തിരിച്ചു വിട്ടാക്കാം, തിരിച്ചു പോയേക്കാം വണ്ടി വല്ല ലോഡും കയറ്റിയിട്ട്. ഇത് നമ്മുടെ കലമ്പോളി സർക്കിളിലുള്ള ട്രാഫിക്കാണ്. ഇത് പണ്ട് തൊട്ടേ ഇങ്ങനെ തന്നെ. ഇവിടെ നല്ല തിരക്കാണ്. വലിയ വണ്ടികൾ തന്നെ ആയിരിക്കും കൂടുതലും വരുന്നത്, ട്രെയിലറും ഒക്കെ. ഇവിടെ ഇത് മെട്രോയുടെ പണിയൊക്കെ നടക്കുന്നുണ്ട്. കണ്ടോ, എക്സ്പ്രസ് വേ ആണ് മുകളിൽ കൂടെ പോകുന്നത്.
റൈറ്റിലോട്ട് പോയാൽ പൂന, ലെഫ്റ്റിലേക്ക് പോയാൽ ബോംബെ. ഇതാണ് പഴയ കലമ്പോളി സർക്കിള്. ആ സർക്കിളെല്ലാം പൊളിച്ച് കളഞ്ഞല്ലേ. കംപ്ലീറ്റ് പൊളിച്ചോണ്ട് മൊത്തം നമ്മൾ നേരെ പോയിട്ട് അപ്പുറത്തൂടെ അല്ലേ നമ്മൾ ഈ ഭീവണ്ടി പാസ്സായി പോയത്, ഭീവണ്ടിക്ക് പോയത്. ഇതുവഴിയും വേണം ഇവിടുന്ന് ഇറങ്ങി പോവാം. ഇത് ഇങ്ങനെ തലോച കൂടി അങ്ങനെ വരും. ഞാൻ പറഞ്ഞില്ലേ വേറൊരു വഴി ചെല്ലാന്ന് പറഞ്ഞില്ലായിരുന്നു, ആ വഴി ഇത്. റൈറ്റ് സൈഡില് ലോറിയും കണ്ടെയ്നറും ഒക്കെ തന്നെ അല്ലേ? അതെല്ലാം അങ്ങനെ തന്നെ. കണ്ടെയ്നർ കൂടുതലും ലോറികളാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് കൂടുതലും കാറിനെക്കാട്ടിലും. ഇതുണ്ടോ മുംബ്ര കല്യാൺ താനെ, മുംബ്രയിൽ ചെന്നിട്ട് നമ്മൾ പോയത് സിൽപ്പേട്ടയെന്ന്. ഉണ്ടോ ലോറികൾ എന്തേരം നിൽക്കുന്ന നോക്കിയല്ലേ എൻ്റെ അത്ര ബ്ലോക്ക്. ആ ജംഗ്ഷനിലെ ബ്ലോക്ക്. ആ മോളിൽ നിന്ന വണ്ടികളെല്ലാം ഗുജറാത്ത് ലൈനിൽ നിന്ന് വരുന്ന വണ്ടികളാണ്. ശരിക്കും ഈ ബോംബെക്ക് ഈ പൂനെ റോഡിൽ നിന്നും, പൂനെ ബോംബെ റോഡിൽ നിന്നും ഗുജറാത്ത് ലൈനിലേക്ക് കയറാൻ, റോഡിലേക്ക് കയറാൻ നല്ലൊരു ബൈപ്പാസ് ഇല്ല. ഉള്ളതെല്ലാം ഇതുപോലെ ഭയങ്കര തിരക്കും. ബോംബെ ഒന്ന് കടന്നു എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ടാസ്കാണ്. സ്റ്റീൽ മാർക്കറ്റ് നേരെ, സ്റ്റീൽ ചേംബേഴ്സ് ഓഫ് ഇന്ത്യ ഓഫീസ് ലെഫ്റ്റ്, വെയർ ഹൗസിംഗ് റൈറ്റ്, എല്ലാം ഇതെല്ലാം ഉണ്ടല്ലോ. ഇതെല്ലാം ഈ കലമ്പോളിലെ ട്രക്ക് പാർക്കിങ്ങും ഇവിടെ വർക്ക്ഷോപ്പുകളും അതുപോലെ തന്നെ സെക്കൻഡ് ഹാൻഡ് വണ്ടി പൊളിക്കുന്ന സ്ഥലങ്ങളും എല്ലാം. അതുകൊണ്ടോ ആക്സിഡന്റ് ആയ ഒരു വണ്ടിയാണ്. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളാണിത്. ട്രെയിലറുകളാണ് ഇവിടെ കൂടുതലും. അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ പോർട്ടുള്ളതുകൊണ്ട് JNPT അടുത്ത് തന്നെയല്ലേ, ആ പോർട്ടിലോട്ട് ഓടുന്ന വണ്ടികളാണ് ഇതെല്ലാം. ഉണ്ടോ കണ്ടെയ്നറുകൾ തന്നെ, എന്ത് വണ്ടികളാന്ന് നോക്കി. കാര്യം നമ്മൾ ലോറികളൊക്കെ നമ്മുടെ അവിടുന്ന് വരുന്ന വണ്ടികളും അങ്ങനെയുള്ള വണ്ടികളൊക്കെ അവിടെ വാശിയിലാണ് കൊണ്ട് ന്യൂ ബോംബെയിലാണ് ഇടുന്നത്. ഇതെല്ലാം ചെറുവണ്ടികളാണ് കേട്ടോ, 6 വീൽ വണ്ടികളാണ് കൂടുതൽ. ലോറി പേട്ടയാണ്, ലോറിയുടെ മാത്രം ഒരു സാമ്രാജ്യ. ഇതാണ് ഇതെല്ലാം ലോക്കൽ വണ്ടികളാണ്, മഹാരാഷ്ട്ര വണ്ടികളാണ് ഇതെല്ലാം കിടക്കുന്നത്. ഇതെല്ലാം ഉണ്ടോ ഇവിടെ വല്ല ലോഡ് വന്നിട്ടാണോ പണി പണി? അല്ല ഇവിടെ വർക്ക്ഷോപ്പും അങ്ങനെയുള്ളതാ, ലോഡ് കയറ്റുന്നതൊന്നുമല്ല. പാർക്കിംഗ് ഒക്കെ അല്ലേ. അതുപോലെ അത് അവിടെ ഒരു ആക്സിഡന്റ് വണ്ടി അവിടെ കിടപ്പുണ്ടായിരുന്നു. ഈ ആക്സിഡന്റ് ആകുന്ന വണ്ടിയൊക്കെ പൊളിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. പിള്ളേറും ഉണ്ട്, എല്ലാം ഉണ്ട്. എല്ലാ വലിയ വണ്ടികളെല്ലാം, വലിയ വണ്ടികളുടെ എല്ലാ ടൈപ്പ് വണ്ടികളും ഉണ്ട്. ഇത് നമ്മളെ എക്സ്പ്രസ് വേ കൂടെ പോകുമ്പം താഴേക്ക് നോക്കിയാൽ കാണാം ഈ വണ്ടികളൊക്കെ കിടക്കുന്നത്. ഇതെല്ലാം ടിപ്പറിന്റെ ഏരിയ. ഇത് ടിപ്പറാണ് കിടക്കുന്നത് നോക്കി. ഇതെല്ലാം ക്രെയിന്. ഇത് ചിലപ്പോൾ ഇവിടെ പൊളിക്കുന്ന ആൾക്കാരുടെ ക്രെയിൻ ആയിരിക്കും. എന്നാ വെച്ചാൽ ഈ പഴയ വണ്ടിയും ആക്സിഡന്റ് ആയ വണ്ടികളൊക്കെ പോയി എടുത്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ടുള്ള ക്രെയിനുകളാണ്. ഇതെല്ലാം പുള്ളറിന്റെ ട്രെയിലറാണ്. ബാക്കി ഇതൊക്കെ പൊളിക്കാൻ കൊണ്ടുവന്നേക്കുന്നതാണെന്ന് തോന്നുന്നില്ല, പൊളിച്ചിട്ടേക്ക. എവിടെ നോക്കിയാലും ലോറികൾ മാത്രം. അത് പല മോഡലുകൾ, പല സൈസുകൾ നോക്കിയേ. ഈ ട്രെയിലറിന്റെ അല്ലല്ല ഇത് അതല്ല, ആ ടൈപ്പ് അല്ല. ഇത് ഭയങ്കര നീളമുള്ളത്. എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല, നീളം കുറയ്ക്കാൻ കൂട്ടം ചെയ്യാവുന്നതല്ല. ഇവിടെ അതുപോലെ തന്നെ മൊബൈൽ ടയറുകളുടെ ഒക്കെ ഉണ്ട് വണ്ടി. അതാ മുമ്പേ അവിടെ ടയർ നടക്കുന്നുണ്ടല്ലേ, അതൊക്കെ ഒരു വണ്ടിയിൽ സെറ്റ് ചെയ്തേക്കുക. ഇതെല്ലാം വണ്ടി പൊളിച്ചിട്ട് ഇതുണ്ട്. ഈ ക്യാബിന് ഇതെല്ലാം വിൽക്കാൻ വെച്ചേക്കുന്ന സെക്കൻഡ് സാധനങ്ങളാണ് ഇതെല്ലാം. ഏത് വേണേലും കിട്ടും. ഇതുണ്ടോ ഭാരത് ബെൻസിൻ്റെ ഒക്കെ ക്യാബിൻ ഇരിക്കുന്നുണ്ടോ, ക്യാബിന്, ടാങ്ക്, വണ്ടിയുടെ എല്ലാ സാധനവും ഉണ്ട്. പുതിയ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഇതിനകത്ത്. പിക്കപ്പിൻ്റെ ക്യാബിന്, ഐറ്റംസ് ഉണ്ടല്ലോ. എഞ്ചിൻ്റെ ബ്ലോക്കൊക്കെ ഇരിപ്പുണ്ട്. ഹൗസിങ്, ഇതെല്ലാം ക്യാബിനൊക്കെ പുതിയ കേട്ടോ. ഈ റെഡിമെയ്ഡാ ക്യാബിനാ. ഇവിടെ അതുപോലെ ഈ റോപ്പ്, അത് മറ്റേ ഇത് ക്രെയിൻ്റെ പൊക്കി എടുക്കുന്ന സാധനം. അത് അതുണ്ട്, അത് മുകളിൽ കുറേ സാധനങ്ങളോട് ഇരിക്കും. അല്ല ആ ക്യാബിൻ പുതിയതല്ല, അത് പഴയതാ. ഈ ക്യാബിൻ്റെ ഈ ലൈലൻ്റെ ഇതുണ്ട്. ഇതെന്നാന്നറിയോ, ഇത് തമിഴ്നാട്ടിൽ ഇതിൻ്റെ ഫ്രണ്ട് കട്ട് ചെയ്തിട്ടാണ് ബോഡി ചെയ്യുന്നത്. അതുകൊണ്ട് അതിന് അവിടെ വിലയില്ല. ഇവിടെ പക്ഷേ ആ ഫ്രണ്ട് അതേ ഷേപ്പ് വെച്ച് തന്നെയാണ് പണിയുന്നത് ലൈലൻ്റെ ബോഡി കെട്ടുമ്പോൾ. അപ്പോൾ അവിടുത്തെ അതിന് വേണ്ടിയിട്ട് അവിടുന്ന് വരുന്നതാണ് ഈ സാധനം. ഇതുണ്ടോ ഇതെല്ലാം ക്രെയിനുമായിട്ട് ബന്ധപ്പെട്ട് അതിപ്പോൾ അതിനൊക്കെ വലിക്കാനും ഒക്കെ ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇത് ഡേ സർക്കിൾ വലിയ കൊളുത്തുണ്ടോ? അതൊന്ന് എടുത്തു നോക്കി പൊന്നു. എടുത്തു നോക്കിയില്ല, എടുക്കാൻ നോക്കി. എടുത്തോ? ഏത് ഇതോ? ഇതല്ല, ഇത് ചെറുത്, വലുതല്ല, ചെറുത്. പിന്നെ ഇതിപ്പോ എടുക്കും. ഇവിടെ വല്ല ജിമ്മിനും വിടേണ്ട വരും അതൊക്കെ പൊക്കണോക്കി. ഇതെല്ലാം ഈ കപ്പലിലൊക്കെ ഉപയോഗിക്കുന്ന, കപ്പൽ പൊളിക്കുമ്പം വരുന്ന സാധനമാണ് പഴയത്. ഇതുണ്ടോ ഒരു ചെയിൻ കണ്ടോ, ചങ്ങല കണ്ടോ, എന്നാ വലുതാന്ന് നോക്കി. കൊറേ സാധനങ്ങളുണ്ടല്ലേ. അതുണ്ടോ, അതൊക്കെ കപ്പലിന്റെ ആ സാധനം കണ്ടോ. ഇതുണ്ടോ മുത്തേ, ഇത് പൈലിങ്ങിന് ഉപയോഗിക്കുന്ന സാധനമാണ്. ഈ കുഴിക്കുന്നേ അതിന്റെ ബക്കറ്റാ ഇത്. ഇതുണ്ടോ ഇതിന്റെ വലിപ്പം കണ്ടോ. ഇതുണ്ട്, ഇത് ഈ റോപ്പെല്ലാം പഴയതാ. അതുണ്ടോ എല്ലാം ഓയിലാ, തുരുമ്പ് പിടിക്കാതിരിക്കാൻ വേണ്ടി. ഇതെല്ലാം അതേപോലുള്ള സാധനങ്ങളാട്ടോ ഇതെല്ലാം.
ഫ്രണ്ടില് കൊടുത്തോണ്ടിരിക്കുന്നതുണ്ട്, അതൊക്കെ എന്നെ വലിയ നോക്കി. ആ ഈ ബോംബെയിലെ നമ്മൾ ലോഡ് ഇറക്കുന്ന സ്ഥലമുണ്ട്, ദാരുഖാന ട്രൈ റോഡൊക്കെ. ഈ ദാരുഖാനയിൽ കപ്പൽ പൊളിക്കുന്ന സ്ഥലമുണ്ട്. ആ ആ അപ്പൊ ഇതിപ്പോ നമ്മൾ എവിടെയെങ്കിലും ഇട്ട് വലിക്കാനാണ് ഇങ്ങനെ ഇട്ടിട്ട് ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാ, അതിന് വേണ്ടിയിട്ടുള്ള സാധനം ഡി സർക്കിൾ അവിടെ കാണിച്ച് അതിങ്ങനെ ഇതിലെ ഇങ്ങനെ ഇട്ടിട്ട് അത് കഴിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കിടന്നുള്ളൂ പോലെ സ്ട്രോങ്ങാ. പിന്നെ എടുക്കാനും അഴിക്കാനും എല്ലാത്തിനും എളുപ്പമുണ്ട്. സാധനം അവിടെ കാണിക്കാം, എന്നാലേ അത് മനസ്സിലാവും. ഇതാ സാധനം, ഇതിങ്ങനെ ഊരും. എന്നിട്ട് ആ ഇതില്ലേ റോപ്പ് ഇതിനകത്തോട്ട് കയറ്റിയിടും രണ്ടുകൂടെ. എന്നിട്ട് ഇതിങ്ങനെ അങ്ങ് മുറുക്കും. ഇതുണ്ടോ, ഇത്രേ ഉള്ളൂ. ഇത് പക്ഷേ എന്നാ വലിച്ചാലും ഇതിന് പ്രശ്നമില്ല, അഴിച്ചെടുക്കാനും ഒക്കെ എളുപ്പമുണ്ട്. ഇത് ചെറുത്, അതിന്റെ വലുതായത്. അപ്പൊ അതിന്റെ റോപ്പിന്റെ വണ്ണം തന്നെ ആയിരിക്കും എന്ന് ഓർത്ത്. അത് ഇതുണ്ടോ ഞാൻ എടുത്തതിലും വലുതാ. ഇതൊക്കെ ഭയങ്കര വെയിറ്റ് ആട്ടോ. കണ്ടോ, ഇതൊക്കെ 8 ടൺ കപ്പാസിറ്റിയാണ്. ചെറിയ സാധനത്തിനാ. കണ്ടോ, ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതെല്ലാം പുതിയതാട്ടോ, പഴയതൊന്നുമില്ല. പഴയതും ഉണ്ട്, കപ്പൽ പൊളിക്കുന്ന സാധനം ഉണ്ട്. താഴെ നിന്ന് സാധനം ഇങ്ങോട്ട് കയറ്റാൻ വേണ്ടിട്ടാ. ഇതുണ്ടോ, വണ്ടിയുടെ ചേസ് വെച്ചാ ഈ ബിൽഡിംഗ് തന്നെ പണിതേക്കുന്നത്. ഇത് വണ്ടിയുടെ ചേസ് ആയത്. ഇതുണ്ടോ, കൊള്ളല്ലേ, ഫുള്ള് വണ്ടിയാണ് ഇവിടെ. വണ്ടിയും കപ്പലിന്റെ സാധനങ്ങളും ഒക്കെയാ കൂടുതൽ. 500 ton capacity. 500 ടൺ കപ്പാസിറ്റി ഇതിന്. Per piece cost is 15 lakhs. 15 ലക്ഷം രൂപ. ഒരെണ്ണത്തിന് 15 ലക്ഷം രൂപ. This one 500 tons. This also 500 tons. This one 250 tons. This one 250 tons. This one also 250 tons. इसको कितना? इसको 12 lakhs. 12 lakhs. ഇതിന് 12 ലക്ഷം രൂപ. താഴത്തേന് 15 ലക്ഷം രൂപ. കാണുമ്പോ ഇങ്ങനെ ഇരിക്കും, ഇത്രേ ഉള്ളൂ. ഇത്ര ഉള്ളതുണ്ടോ? വലുതാ. ഇതുണ്ട്, ഇതെല്ലാം ബെൽറ്റുകളാ. നമ്മുടെ വണ്ടിയിലിരിക്കുന്ന ബെൽറ്റ് ഇല്ലേ, അതിന്റെയൊക്കെ വലിയ സൈസാ. ഇതുണ്ട്, വലിയ വെയിറ്റ് എടുക്കാവുന്ന ടൈപ്പ് ബെൽറ്റൊക്കെ ട്രെയിനിലൊക്കെ ഉപയോഗിക്കുന്ന ഇതെല്ലാം അതെ. ഇതൊക്കെ നല്ല ഭയങ്കര വെയിറ്റ് കപ്പാസിറ്റി ഉള്ളതാ. അതന്നെ പുറയിലൊക്കെ ഇതുണ്ടോ, ഇതോ ഇതൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാം അങ്ങനെ പറയാൻ എനിക്കറിയത്തില്ല. ഇതുണ്ടോ, അതുണ്ടോ, അതൊക്കെ ഈ ചെയിൻ ബ്ലോക്ക് പോലെ നമ്മൾ ഈ മറിയുന്ന വണ്ടികളൊക്കെ ഇങ്ങനെ മുറുക്കി കയറ്റുന്ന ഒരു പരിപാടിയുണ്ട് പണ്ട്. ഇപ്പോഴെല്ലാം വലിക്കുന്ന This one is crane scale. 3000 ton. 3000 kg. If you want to weight anything, you go down. Hydra crane will has no access to turning. So you can hang it and weight it. Weight the material. അതായത് ഹൈഡ്രയും മറ്റേ ഇതൊന്നും അകത്തേക്ക് കയറി വരത്തില്ലാത്തടത്ത് വേണ്ടിട്ട് ഉപയോഗിക്കുന്ന 3000 kg. 3 ടൺ ഉപയോഗിക്കുന്ന സാധനം ഇതിനകത്ത് ഇരിക്കുന്നത് കാണത്തില്ല. ഇതെല്ലാം അങ്ങനെയുള്ള അതിന് അതുപോലുള്ള ആവശ്യങ്ങൾക്കുള്ള ഇത്. പണ്ടൊക്കെ ഇപ്പൊ ക്രെയിൻ ഉള്ളതുകൊണ്ട് എല്ലായിടത്തും ഒരു വണ്ടി മറിഞ്ഞു, ഞാൻ ഇങ്ങനെ വലിച്ചു കയറ്റുക അല്ല ക്രെയിൻ വെച്ചിട്ട്. പണ്ട് ഈ ഖലാസികളുണ്ട്, കേട്ടിട്ടുണ്ടോ? അപ്പൊ അവര് ഇങ്ങനെയാന്ന് വെച്ചാൽ ഒരു ഭയങ്കര കുഴിയിലോട്ടൊരു വണ്ടി മറിഞ്ഞെന്ന് വെച്ചോ, ആ മുകളിൽ കൊണ്ടേ അവര് വണ്ടി ഇട്ട് അവിടെ ഈ മണ്ണിൽ അടിച്ച് ഇറക്കും, ഈ കമ്പിയൊക്കെ അടിച്ച് അതേലും ഒരു അതിന് ഇറങ്ങുന്ന വേറെ ഞാൻ പറഞ്ഞത്. എന്നിട്ട് അതിൽ നിന്ന് താഴേക്ക് റോപ്പ് ഇട്ടിട്ട് ഇങ്ങനെ ചെയിനിൽ ഇങ്ങനെ ഇവിടെ നിന്ന് കറക്കി കുറേശ്ശെ കയറ്റിക്കൊണ്ട് വരും. അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് പണ്ട്. ആ ഗണപതിപ്പാലത്തിന് അവിടെ പുളിയമലയ്ക്ക് താഴെ ഒരു ലോറി മറിഞ്ഞിട്ട് ഇവരിങ്ങനെ കുറേശ്ശെ കയറ്റി വരും. എന്നിട്ട് അവരുടെ അടുത്ത് കൊണ്ട് അടിച്ച് അവിടെ നിർത്തും. പിന്നെ അടുത്ത ഇതിങ്ങനെ അങ്ങനെ എന്തൊക്കെയൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെയാണ് തോന്നുന്നത്. 25 ടൺ 25 ടൺ കപ്പാസിറ്റി ഉള്ള ഇതെല്ലാം അങ്ങനെയുള്ള ഇതെല്ലാം. വെളിയിൽ നല്ല മഴയാ, നല്ല വെടിക്കെട്ട മഴ. ഇനിയിപ്പോ നമ്മൾ എങ്ങനെ ഇറങ്ങിപ്പോവും? നമ്മളിവിടെ പെട്ടുപോയി. മഴ കുറയാതെ ഇവിടുന്ന് വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റിയല്ല. കണ്ടോ, ആ ഹുക്ക് നമ്മളെ ഇപ്പൊ കാണിക്കാൻ വേണ്ടിട്ട് അത് എടുക്കുന്ന അതുണ്ടോ, ഇങ്ങനെ ഇട്ടിട്ട് കഴിഞ്ഞപ്പോ അത് മറ്റേ മോട്ടറാ. അത് ഉണ്ടോ, വലിയ സാധനല്ലേ. അതിനെ 500 ടൺ കപ്പാസിറ്റി, 10 ലക്ഷം രൂപ വില അതിന്. ആ മോട്ടറല്ല, അത് പൊങ്ങുന്നുണ്ടല്ലേ. അത് ആ കപ്പാസിറ്റി ഉള്ളതാ. അത് ചെയിൻ ബ്ലോക്ക്, ഇലക്ട്രിക്കൽ ചെയിൻ ബ്ലോക്ക്, Electrical hoist. Hoist, HOIST. ഹോയിസ്റ്റ്. ഇലക്ട്രിക്കൽ ഹോയിസ്റ്റ് ആ സാധനം നീല കളർ ചെയിൻ ബ്ലോക്ക്. അതിന്റെ ആ സൈഡിൽ കിടക്കുന്ന സാധനമുണ്ട്. ഇതിലിങ്ങനെ വലിച്ചായിരുന്നു പണ്ട്. അപ്പുറത്ത് വേറൊരു ചെയിൻ കിടക്കുന്നുണ്ട്, അതിലിങ്ങനെ വലിക്കും. അതിനനുസരിച്ച് ഇതിനകത്ത് കറങ്ങി പോകും. പക്ഷെ അത് ഒരുപാട് സമയം എടുക്കും. കുറെ എടുത്തോ, മഴയൊക്കെ പറഞ്ഞിട്ടുണ്ട്. മെയിൻ ആക്സില് ഇതെല്ലാം ബോഡി പാർട്സാ മൊത്തം. ഇതെല്ലാം ലൈലൻഡിന്റെയാ. മഹേന്ദ്രയുടെ പിക്കപ്പിന്റെ ബോഡി ഉണ്ടല്ലോ, അതുണ്ടോ. പക്ഷേ സ്റ്റാലിന്റെ ക്യാബിൻ വരെ ഇവിടെ ഉണ്ട്, അതുണ്ടോ? ഇതെല്ലാം ടാറ്റയുടെ ക്യാബിനുകളാണ്. അകത്തേക്ക് ഭയങ്കര ഗോഡൗണാ. ഇവിടെ മെയിനായിട്ടും
ക്യാബിനുകളാണ് കൂടുതലിരിക്കുന്നത്, ബോഡി പാർട്സ്. പഴയ ഒരു ഫർഗോ വണ്ടിയുടെ ക്യാബിനായിരിക്കുന്നത്. കണ്ടോ, ഞാൻ പറഞ്ഞില്ല ഫർഗോന്ന്. ഇതെല്ലാം ഹൈഡ്രോളിക് ഐറ്റംസാണ്. ഹൈഡ്രോളിക്കിൻ്റെ JCBയുടെ ഹിറ്റാച്ചിയുടെ ഒക്കെ സാധനങ്ങളാണ് മൊത്തം. ഇവിടെ എല്ലാം മഴ പെയ്ത് മൊത്തം കുളമായിട്ട് കിടക്കുക. ഇതിലൊന്നും കയറിപ്പോക്ക് നടക്കില്ല കേട്ടോ. ഇതെല്ലാം വെള്ളമായി. ഓട ഇല്ലാത്തോണ്ടാ. അല്ല, ഇന്നോവക്കാരൻ പാർക്ക് ചെയ്തിട്ട് പോകുന്നതിന് അത്ര വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ മഴയിലെ വെള്ളമായത്. ഇതെല്ലാം എഞ്ചിനാ. പടുതാടി അടിയിൽ മൊത്തം എല്ലാ വണ്ടികളുടെ എല്ലാം എഞ്ചിനാ. മഴ കാരണം മൂടിയിട്ടേക്കുക. ഇതൊരു പൈപ്പ് കോഡാണ്, ഇരുമ്പ് പൈപ്പുകൾ. ഇവിടെ ഇത് എഞ്ചിന്, ഗിയർ ബോക്സ്, ഡീസൽ ടാങ്കുകൾ എന്ന് പറഞ്ഞ വണ്ടിയുടെ എല്ലാ സാധനവും ഉണ്ട്. കണ്ടോ എത്ര എഞ്ചിനുകളായിരിക്കുന്നതെന്ന് നോക്കി. ചുമ്മാ അടിക്കി വെച്ചേക്കോ. ഇവിടെ ഇത് എഞ്ചിൻ മാത്രം, എഞ്ചിൻ തന്നെ, എഞ്ചിനും ഹൗസിങ്ങും. നല്ല രസമില്ല ഈ വണ്ടി ഇങ്ങനെ അടുങ്ങി കിടക്കുന്ന. രണ്ട് സൈഡിലും ഉണ്ട് കേട്ടോ, ആ സൈഡിലും ഉണ്ട്. ഇതെല്ലാം മറ്റേ സുലഭന്റെ ചെറിയ വണ്ടിയാണല്ലോ. എക്സ്പ്രസ് വേയിലേക്ക് കയറാൻ അതിലെ റൈറ്റ് തിരിഞ്ഞാൽ പോകണം. അവിടെ വെള്ളം കിടക്കുന്നുണ്ടോ? ഈ ലോറി ഇടുന്ന സ്ഥലങ്ങളെല്ലാം ഇതുപോലെ. മഴക്കാലമായ പിന്നെ പറയണ്ട. മഴക്കാലമായ ഇതുപോലെ ചെളി, വേനൽക്കാലമായ പൊടി. ഒരു സൗകര്യങ്ങളും ഇല്ല. ഈ കിടക്കുന്ന എല്ലാം സിമെന്റ് ബൾക്കറുകളാണ്. ആ മുന്നേ പോകുന്നതൊക്കെ ഇതുണ്ടോ, ഇതല്ല അതിൻ്റെ എല്ലാ ഏരിയ ഇത്. കുറെ ഇപ്പം അപ്പുറം എല്ലാം ട്രെയിലറല്ലേ കണ്ടേ. ഈ സൈഡിൽ മൊത്തം ഈ വണ്ടികൾ പാർക്ക് ചെയ്തേക്കുന്ന. ഇത് ഒരു ട്രക്ക് പാർക്കിങ്ങാണ് ഇവിടുത്തെ 5-ാം നമ്പർ പാർക്കിംഗ് എന്ന് പറയും. നമുക്ക് അതിനകത്തോട്ട് കയറത്തില്ല. മഴയില്ലായിരുന്നേ നമുക്ക് അതിൽ ഇറങ്ങിപ്പോയി അതിനകത്തെല്ലാം കയറാമായിരുന്നു. മഴ കാരണം ഒരു രക്ഷയില്ല. അപ്പോൾ ഇത് ചെറിയ ഒരു കറക്കം കഴിഞ്ഞ് നമ്മൾ വീണ്ടും കലമ്പോളി സർക്കിളിലെത്തി. വണ്ടികൾ ഒഴുകുക. 140 സെക്കൻഡ് എങ്ങാണ്ടായി സിഗ്നലല്ലേ. ഇപ്പൊ 104 ഇത് വലിയ ഒരു സർക്കിളാ. ഒരു 4 കൂടി ഒരു ജംഗ്ഷനാണ് ഇവിടെ. 4 കൂടിയല്ല, 5 വഴികൾ തിരിയുന്ന ഒരു ജംഗ്ഷനായത്. MGM ഹോസ്പിറ്റൽ, മഹാത്മാഗാന്ധി മെമ്മോറിയൽ ഹോസ്പിറ്റലാണ്. പാനിപ്പൂരി കിട്ടുമോ? പിന്നെ പാനിപ്പൂരി കിട്ടും. പിന്നെ ഇവിടെ പാനിപ്പൂരി കിട്ടുമോന്നോ? നമ്മുടെ അനിൽ ഭായി ആദ്യമായിട്ട് കണ്ട സ്ഥലം ഇതാ. ഞാനും ആരൊക്കെയായിരുന്നു? ഞാനും ആകാശും ജലജയും കൂടെ വന്ന ഒരു ട്രിപ്പിന് ഇവിടെ വെച്ചാണ്. മാൻസരോവർ റെയിൽവേ സ്റ്റേഷൻ. മൊത്തം ഇനി നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ ഉണ്ടല്ലോ, നേരത്തെ പോലെ മിക്കവാറും ട്രാഫിക് ആയിരിക്കും എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ ഓടിക്കും, എന്നെ കുഴപ്പം. കാമോത്തെ പോലീസ് സ്ഥാനെ. ഇപ്പോൾ ഇവിടെ എങ്ങാനും ഒതുക്കിയിട്ട് നമുക്കൊരു ചായ കാപ്പിയൊക്കെ കുടിച്ചിട്ട് പോവാം. പാർക്കിംഗ് ആണ് വലിയ പാടല്ലേ, അതൊരു വഴിയാണ്, അവിടെ ഇടത്തില്ല. പാനിപ്പൂരി എങ്ങനെയുണ്ട്? നല്ല ചോക്ലേറ്റ് ഒക്കെ വെച്ചിട്ട് ഒരു സാധനം കഴിച്ചിട്ടില്ലല്ലോ. ഞങ്ങള് കഴിക്കാറുണ്ട്. അച്ഛൻ കഴിക്കാറില്ല, കഴിക്കാരാ. മഴ വീണ്ടും തകർക്ക. നല്ല കാപ്പിയാ. കാപ്പിയാണോ? കാപ്പിയൊന്നും വേണ്ട, കുടിക്കൂല. കുടിക്കാല. ഇപ്പൊ നമ്മുടെ അനിൽ ഭായി ഒക്കെ കൊണ്ടുവിട്ട് ഇനി നമ്മൾ നേരെ കൊപ്പർകർണയിലേക്ക് പോയേക്കാം. അപ്പൊ മുംബൈയിലെ തിരക്ക് ഒന്ന് ആസ്വദിക്കാൻ അച്ഛാ വണ്ടി പിടിക്കാൻ കയറിയിട്ടുണ്ട്. ഇനിയിപ്പോ ചെല്ലുമ്പോഴത്തേനും തിരക്കൊക്കെ കുറഞ്ഞാണ്. സമയം 8 മണിയാകെ. ഇന്നലെ നമ്മൾ ഈ സമയത്ത് ബ്ലോക്കിലായിരുന്നു. അല്ലേ, ഇന്നലത്തെ എന്ന് പറഞ്ഞാൽ ഇന്നലെ വന്ന റൂട്ടല്ല നമ്മളിപ്പോ പോന്നേ, വേറെ റൂട്ടല്ലേ. അങ്ങോട്ട് ചെല്ലുമ്പോ അതെ, എന്നാലും ഇന്നലത്തെ അത്രയും തിരക്ക് കാണുകയല്ലോ. ഇപ്പൊ നമ്മള് കൊപ്പർകർണയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ട്രാഫിക് ഇല്ലാതെ ഇതുവരെ ഇവിടെ വരെ എത്തി. ഇന്നൊക്കെയാലും വലിയ ട്രാഫിക്കിലൊന്നും പെടാതെ നമ്മള് അടുത്തെത്തി. അപ്പൊ നമ്മള് കറക്കമൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി. നല്ല കറക്കമായിരുന്നു. മഴയായിരുന്നു. മഴ നന്നായിട്ട് കറങ്ങി. അതുപോലെ ടൗണിൽ കൂടെ നടന്നിരുന്നാള് ഒരു തവണയും കണ്ടിരുന്നു മുന്നേ വന്നപ്പോ മഴ. ഇന്ന് പക്ഷെ നല്ല മഴ. ഇന്ന് കലമ്പോളി വരെ പോയുള്ളൂ. കലമ്പോളിയും പനവേലും വരെ പോയി. അതേങ്ങ് ഇറങ്ങിയില്ല, ഇറങ്ങി പോന്നു. മഴ കാരണം മഴയൊന്നും വെളിയിലോട്ട് ഇറങ്ങത്തില്ല. ബെൻസ് ചേട്ടൻ രാവിലെ പിന്നെ ഈ ട്രാഫിക്കിനകത്തൂടെ ഓടിക്കണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ വണ്ടി പോയിട്ട് വരാൻ പറഞ്ഞു. അല്ല, ടൗണിൽ കൂടെ ഉള്ള ട്രാഫിക് ഭയങ്കരല്ലേ. മഴയല്ലായിരുന്നു? മഴയല്ലേ, നല്ല മഴയല്ലായിരുന്നു. നല്ല മഴയായിരുന്നു. അല്ല, ഇവര് വന്നു. ഞങ്ങളെ
ബോംബെയിലോട്ട് ഇന്നാള് പോയതല്ലേ? ബോംബെയിൽ ഇന്നാള് പോയതാ, പക്ഷെ എനിക്ക് ബോംബെ ടൗൺ ഇഷ്ടമാണ്. ആ ടൗൺ ഇച്ചിരി അവിടെ കുറച്ചുകൂടെ രസമുണ്ട്. ഇവിടെ നല്ലതാ, പക്ഷെ കുറച്ചുകൂടെ ഒരു രസം. ഇവിടെ ഇന്ന് തിരക്കിൻ്റെ അകത്ത് മാത്രമേ പോയുള്ളൂ. അതെ, അല്ലാതുള്ള സ്ഥലങ്ങളിൽ പോയില്ലല്ലോ. പിന്നെ എല്ലാം ഓരോ ദിവസം തിരക്കായി കൂടി വരുമല്ലേ, ഡെവലപ്പായി വരുമല്ലേ. ഇവിടെ എല്ലാം കാട് പിടിച്ചിരുന്നല്ലോ പണ്ട്. അതാ ചേച്ചി അവിടെ പാമ്പാടിയില്ല, പാമ്പാടിയില്ല വീട്. ആ ദുബായിലായിരുന്നു അല്ലേ? ആ ആ ആ ഇവിടുത്തെ വാട്ടർഫോൾ ആണോ? ആ നിന്ന് വരുന്ന വഴിക്ക് വെക്കുക. കുറെ വെള്ളച്ചാട്ടം ഉണ്ട് ഈ മഴയാകുമ്പോഴത്തേക്ക് സൈഡിൽ. ഇനിയിപ്പോ മഴ കുറച്ച് പെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന വഴിയാണെങ്കിലും ഭയങ്കര രസമായിരിക്കും. ഞാൻ കണ്ടാളെയൊക്കെ നല്ല ഇതായിരിക്കും. അപ്പം ബെൻസിച്ചാറിനും പാമ്പാടി തന്നെയാണ്, നമ്മുടെ അടുത്തുള്ള ആൾക്കാരാണ്. അതെ, അപ്പം അങ്കിളിന്റെ പേര് ബെൻസി, ആന്റിയുടെ പേര് ബിന്ദു, ആന്റിയുടെ പേര് എലിസബത്ത്. അതെ, കൊച്ചുമോളെന്ന് വിളിക്കും. അപ്പം ഇവിടെ വൈഫൈയുടെ പേരെന്ന് പറഞ്ഞിട്ടാണ്. അതെ, വൈഫൈയുടെ പേര് ബിന്ദു എന്നാണ്. ബിക്കോസ് അപ്പൊ ഞങ്ങളിങ്ങനെ വൈഫൈ, ബെൻസിച്ചാട്ടൻ പറഞ്ഞ വൈഫൈ. അതെ. ഇനിയിപ്പോ നാളെ വണ്ടിക്ക് ലോഡ് കയറ്റുന്നില്ല, നാളെ കഴിഞ്ഞേ കയറ്റുന്നുള്ളൂ. നാളെ ഞാനും പൊന്നും കൂടെ തന്നെ ഇതുവഴി കറങ്ങാൻ പോവാണ്. വീഡിയോ ഒന്നും ഞങ്ങൾ എടുക്കുന്നില്ല. അതെ, വീഡിയോ ഒന്നും എടുക്കുന്നില്ല. ഞങ്ങൾ ചുമ്മാ ചെറുതായിട്ട് ഇതുവഴി നടന്ന് കറങ്ങാൻ വേണ്ടി പോവാ. മഴയൊന്ന് ആസ്വദിച്ചിട്ട് വരാം. അതെ, കുറച്ചുകൂടെ അച്ഛൻ അതുകൊണ്ട് നാളെ ദിവസം റെസ്റ്റ് എടുക്കുമായിരിക്കും. അതെ.